അന്വേഷണ വീഡിയോ സാറിന് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ആർമി ഇത് നമ്മുടെ വീടിൻ്റെ FF ആണ്. പിന്നെ ഈ സ്റ്റോറിയിലെ നായിക നിങ്ങളാണ്. നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്തേക്കണേ ആർമി. എന്നെ നിങ്ങളെ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നേരെ വീട്ടിലേക്ക് കിടക്കാം. ദീപ എന്നെ നീ എത്ര നേരം ഒരുങ്ങുന്ന? ഇന്നെങ്കിലും നീ കോളേജിൽ പോകുമോ? ആ അമ്മ, ഞാൻ വരുന്നു. ഇതാണ് നിങ്ങളുടെ പേര് ദിവ്യ. ദിവ്യ വിളിക്കുന്നത് ദിവ്യയുടെ അമ്മ. അമ്മേ, ഞാൻ വന്നു. ആ, നീ വന്നോ? എന്നാൽ പെട്ടെന്ന് കോളേജിൽ പോ. ആ, ഓക്കെ അമ്മ, ബായ് എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നിറങ്ങി കോളേജിലേക്ക് നടക്കുന്നു. പോകുന്ന വഴിയിൽ അവളുടെ 2 ഫ്രണ്ട്സിനെയും കാണുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ നായികയുടെ 2 സുഹൃത്തുക്കൾ. 2 പേരെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പ്രിയ, ഇതാണ് അഞ്ജലി. നമ്മുടെ 3 പേരും കട്ട ഫ്രണ്ട്സ് ആട്ടോ. फिर से जिए फिर पुरानी कुछ नादानी साथ मिलके करे जो कल भी. അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് അവർ കോളേജിലെത്തി. അതേ, നമ്മുടെ 3 പേരും കോളേജ് സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. അവർ കോളേജ് വരാന്തയിലൂടെ നടന്ന് ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ്. അവരെ പിന്നിന്ന് ആരോ വിളിക്കുകയാണ്. ഹലോ ഗേൾസ്. അവർ 3 പേരും തിരിഞ്ഞു നോക്കുകയാണ്. അതാരാ വിളിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവർ 3 പേരും നടന്ന് അവരുടെ അടുത്ത് പോവുകയാണ്. ആ, കുട്ടികളൊക്കെ പേരെന്താണ്? എൻ്റെ പേര് ദിവ്യ. എൻ്റെ പേര് പ്രിയ. എൻ്റെ പേര് അഞ്ജലി. അല്ല, ചേട്ടന്മാരെ പേരെന്താ? എൻ്റെ പേര് ജിമിൻ. ഞാൻ ജങ്കുക്ക്. ഞാൻ വി. എന്നാൽ ഞങ്ങൾ ക്ലാസ്സിൽ പോയിക്കോട്ടെ ചേട്ടന്മാരെ. പോക്കോ. അങ്ങനെ പറഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നമ്മുടെ ഗേൾസും ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ കണ്ട ചേട്ടന്മാരെ കാണാൻ എന്ത് ഭംഗിയല്ലേ? ഓ, നിൻ്റെ ഭംഗി ഒന്ന് പോടി അവിടുന്ന്. ഒന്ന് വേഗം ഭക്ഷണം കഴിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവള് പറഞ്ഞ 3 എണ്ണം അതാ വരുന്നു. അവരിങ്ങോട്ടാടി വരുന്നത്. എന്തായാലും കാണാത്ത പോലെ ഇരിക്കാം. ഹലോ ദിവ്യ, പ്രിയ, ഹായ്. അല്ല, കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? ആ, 1 എലി, 2 എലി, 3 എലി, 4 എലി, അഞ്ജലി. ആ, അഞ്ജലി. ഹായ് അഞ്ജലി. എലിയോ? ഞാനോ? ഒന്ന് പോയേ. അയ്യോ, അങ്ങനെയാണോ? പൊടി പൊട്ടാ തന്നെയോ? പൊടി കുരങ്ങേ. നിർത്തടാ. അതെ ജിമിനെ, നിർത്ത്. അതെ ഗേൾസ്, ഞങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്സ് ആയാലോ? അതെ ഗേൾസ്, ഞങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്സ് ആയാലോ? എന്ത് ഫ്രണ്ട്സോ? എന്താ ഫ്രണ്ട്സ് ആവാൻ പാടില്ലേ? അതൊന്നുമില്ല. അതെല്ലാം വിട്. ഫ്രണ്ട്സ് ആയിക്കൂടെ പ്ലീസ്? ഞാൻ റെഡിയാ. ഓക്കെ, എന്നാൽ ഞങ്ങൾ റെഡിയാ. ഓക്കെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. അങ്ങനെ അടുത്ത ദിവസം കോളേജിലേക്ക് നടന്നു വരുന്ന നായികയും ഫ്രണ്ട്സും. ആ സമയത്ത് 3 ചെറുക്കന്മാർ നമ്മുടെ ഗേൾസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഹലോ, കുട്ടികളെല്ലാവരും കീഞ്ഞൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെല്ലാവരും കോളേജിൽ പോവാം എന്ന് പറഞ്ഞ് അതിലുള്ള ഒരു ചെറുക്കൻ നമ്മുടെ നായികയെ കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങൾ അവനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നില്ല.
ആ നേരത്ത് നിങ്ങളെ പിടിച്ചു മാറ്റി അവൻ്റെ കരണത്ത് കൊടുക്കുന്ന വി. എന്താടാ ഇവിടെ നടക്കുന്നത്? വീട്ടിൽ പോടാ. ഇത് പറയാൻ നിങ്ങളാരാ? ഇതെൻ്റെ പെണ്ണാ, നിനക്കെന്താടാ? ഓ, ഇത് ചേട്ടൻ്റെ പെണ്ണാണാ? ഓക്കെ. ഡീ പെണ്ണേ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് അവൻ പോവുകയാണ്. തനിക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഒന്നും പറ്റിയില്ല. ആ, അതെല്ലാം വിട്, എല്ലാവരും കോളേജിലേക്കല്ലേ, വാ പോവാം. ആ, വാ പോവാം. അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് അവർ എല്ലാവരും കോളേജിലെത്തി. കോളേജിൽ ബാഗ് വെക്കുന്ന ലോക്കറിൽ ബാഗ് വെക്കുകയാണ് എല്ലാവരും. അഞ്ജലി ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിലൊരു ബുക്കും ഒരു ബോക്സുമാണ് ഉള്ളത്. അതെന്താ ഒറ്റ ബുക്ക് മാത്രം അവിടെ വെച്ചിരിക്കുന്നത്? ആ, ഇതെൻ്റെ ഡയറിയാണ്, ഞാൻ എപ്പോൾ എഴുതുന്നതാണ്. ആ, പിന്നെ ആ ബോക്സിലെന്താ? അതിന് ഇതെൻ്റെ ബോക്സൊന്നുമല്ല. പിന്നെ തൻ്റെ അല്ലാതെ വേറെ ആരുടേതാ ഇത്? എന്തായാലും തുറന്നു നോക്ക്. ആ, ഓക്കെ എന്നും പറഞ്ഞ് അവൾ തുറന്നു നോക്കുകയാണ്. അയ്യോ, സ്പൈഡർ എന്നും പറഞ്ഞ് നമ്മുടെ ജെകെയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ആഹാ, സന്തോഷമായി. ഇത്രയ്ക്കങ്ങ് പേടിച്ചല്ലോ എലി. ഞാനായി പെട്ടി വെച്ചത്. അല്ല ഡി, നീ എവിടെ പിടിച്ചിരിക്കുന്ന? അവൻ്റെ കൈവിട്. ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ ജെകെയുടെ കൈ ടൈറ്റായിട്ട് പിടിക്കുകയാണ്. അതെല്ലാം വിട്, ഇതാരെങ്കിലും എടുത്തു ചാടാദ്യം. ചേട്ടാ, ചേട്ടൻ ഇതെടുത്ത് ചാടോ പ്ലീസ്. എന്ത്? ഞാനോ? ഞാൻ ചാടില്ല. എന്താ, പേടിയാണോ ചേട്ടന്? എന്തോന്ന് പേടിയോ? പേടിയൊന്നുമല്ല, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെറുപ്പം മുതൽ ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? പിന്നെ ഇതാരെ എടുത്തിയാടോ? ഞാനല്ലേ അവിടെ വെച്ചത്, ഞാനെടുത്ത് ചാടിക്കോളാം, മതിയോ? ഓക്കെ. ആ, ഓക്കെ. അങ്ങനെ അതിനൊക്കെ എടുത്തു ചാടി വരികയാണ് ജിമിൻ. ഒരു നിമിഷം, നീ ഞങ്ങളെ ഇത്ര നേരം എന്താ വിളിച്ചത്? ചേട്ടാന്നോ? ഞങ്ങളെ ചേട്ടാ ഒന്നും വിളിക്കണ്ട, ഞങ്ങളെ പേര് വിളിച്ചാൽ മതി. ഓക്കെ. ഓ, ഓക്കെ ചേക്കേ. അങ്ങനെ അടിയും പിടിയും വഴക്കും ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഗ്രൗണ്ടിൽ. എടാ, ഞാൻ ഇപ്പോൾ വരാടാ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താടാ ഇത് അത്യാവശ്യപ്പെട്ട കാര്യം ഇപ്പോന്ന്? എനിക്ക് ഇപ്പം 4 മണിയായില്ലേ, ഇപ്പം എൻ്റെ ബനാന മിൽക്ക് കുടിക്കേണ്ട ടൈമായടാ. ഓ, നീ നിൻ്റെ ഒരു ബനാന മിൽക്ക് ഇപ്പോൾ നിനക്ക് നിർത്താനായില്ലേടാ. ഒന്ന് പോടാ, നീ പോയി കുടിച്ചിട്ട് വാടാ. ആ, ഓക്കെ. താങ്ക്സ് ഡാ. ഈ സമയത്ത് നായികയും നായികയുടെ 2 ഫ്രണ്ട്സും ഗ്രൗണ്ടിലിരുന്ന് കളിക്കുവാണ്. ഡാ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുവാൻ, നീ എന്തിനാ ആ അഞ്ജലി തന്നെ നോക്കുന്നത്? നീ എന്താ പറഞ്ഞത്? കേട്ടില്ല. ആന മുട്ടാണ്. ഒന്ന് പോയേടാ, നീ ഈ ലോകത്തൊന്നല്ല, നീ എന്തിനാ അവളെ തന്നെ നോക്കുന്ന? അഞ്ജലിയെ തന്നെ. നമുക്കെന്താ കൊമ്പുണ്ടാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. നീ ഈ ലോകത്തൊന്നല്ല കേട്ടോ. അതോ? അതെനിക്കൊരു നിന്നോട് കാര്യം പറയാനുണ്ട്. നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ കോമഡി പറയാമെന്ന് നീ കരുതരുത്. എനിക്ക് കണ്ടപ്പോഴേ അഞ്ജലി ഇഷ്ടമാണ്. എന്താ നീ പറഞ്ഞത്? നീ കോമഡി പറയണോ? എടാ, അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ കോമഡി ആയിട്ട് കരുതല്ല, ഞാൻ റിയലാണ് പറയുന്നത്. എനിക്ക് അവളെ കണ്ടപ്പോൾ ഇഷ്ടം. പിന്നെ എനിക്ക് അവളുടെ ദേഷ്യം കാണാൻ നല്ല ഇഷ്ടം, അതാണ്. അപ്പോൾ അവളുടെ ദേഷ്യം കാണാനാണ് നീ ഇത്രക്കൊക്കെ കളിച്ചത് അല്ലേ? പിന്നെ നീ എന്താ അവളോട് പറയാത്തത്? എനിക്ക് പറഞ്ഞൂടെ? എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാനില്ല എൻ്റെ കൂടെ. അത് എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടടാ. പിന്നെ ഒറ്റയ്ക്ക് വരാൻ പേടിയാടാ. അവളെന്നെ നിങ്ങൾ ചെയ്താലോ എന്നെ? ഒറ്റയ്ക്ക് പറയാൻ പിന്നെയും പേടി. അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പറയാനാണ് പേടി. അവിടേക്ക് ഞാൻ 2 പോലീസുകാരെ കൂട്ടിയിട്ട് എൻ്റെ നീ പോയി പറയില്ലേ? പറയാലോ? ഓക്കെ അല്ലേ? ഇടണല്ലേ? ഒന്ന് പോയടാ, എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പേടി ചെറുങ്ങനെ ഉള്ളൂ. പിന്നെ അവളെ എന്നോട് എന്തെങ്കിലും നോന്നോട്ട് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ലടാ അത്. അപ്പോൾ അവൾ എസ് പറഞ്ഞാൽ നിന്നെക്കൂടെ സഹിക്കാൻ പറ്റും. നീ ചോദിച്ച് നോക്കിയിട്ടാണോ ഈ നോന്ന് പറയുന്നത്? അവൾ എസ് ആണെങ്കിലോ പറഞ്ഞത്? നീ ഇപ്പോൾ ഒന്നും നോക്കാണ്ട് ഞാൻ പറഞ്ഞാൽ നേരെ പോയിട്ട് പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കാം. എൻ്റെ കൂടെ നിൽക്കണം. നീ പോയിട്ട് ഫുൾ സെറ്റായിട്ട് പറയടാ, നിൻ്റെ കൂടെ ഞാനുണ്ട്. പിന്നെ പോരാ എന്നും പറഞ്ഞ് ഗാർഡനിൽ പോയിട്ട് റോസാപ്പൂ കുറച്ച് ജിമ്മിന് കൊടുക്കുവാണ്. ആ, ഈ റോസ് വെച്ചോ, നിനക്ക് ഉപകാരമാവും. ഓ, അത് ശരിയാടാ, ഞാൻ ഇക്കാര്യം മറന്നേ പോയി എന്നും പറഞ്ഞ് ജിമിൻ ഗ്രൗണ്ടിൽ ചെന്ന് അവളെ വിളിക്കുവാണ്. അഞ്ജലി, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ആ, പറയടാ ജിമിനെ. ഇനി വല്ല പണിയൊന്നല്ലല്ലോ എനിക്ക് കിട്ടിയിട്ട്? പണിയൊന്നല്ല,
അത് പേഴ്സണലാണ്, ഒന്ന് അപ്പുറം വരെ വരാമോ? എടി നിങ്ങൾ കളിക്കാൻ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞാൽ ജിമിൻ്റെ കൂടെ അഞ്ജലി പോകണം. അത് പിന്നെ കാര്യത്തിലേക്ക് വരാം. അഞ്ജലി എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്താ നീ പറഞ്ഞത്? അത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഇത് കേട്ട അഞ്ജലിയാണെങ്കിൽ കിളി പറന്ന പോലെ നിൽക്കുകയാണ്. ഇനി അവൾക്ക് വന്ന് ഇവിടെ നിന്നിട്ട് എനിക്കല്ല വേഗം നമുക്ക് വിടാമെന്ന് കരുതി അവൾ തിരിഞ്ഞ് ഓടാൻ പോവാണ്. ആ സമയം നമ്മുടെ ജിമിനാണെങ്കിൽ അവളുടെ കയ്യിൽ കയറി വലിച്ച് അവളൊന്ന് ഹഗ് ചെയ്തിട്ട് ചോദിക്കുവാണ്, നീ എന്നോട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലോ, യെസ് ഓർ നോ, ഇത് മാത്രം എനിക്ക് വേണ്ടു. അത് എല്ലാവരും എന്നെ നോക്കുന്നു, എന്നെ വിട് എന്നാൽ ഞാൻ പറയാം. നീ ശരിക്കോ പറയുന്നു, എന്നെ വിട്ടാൽ ഞാൻ പറയാം. ഓക്കെ നിന്നെ വിടാം, നീ പറയണം പക്ഷേ എന്നും പറഞ്ഞ് ജിമിൻ അവളെ വിടുവാണ്. അഞ്ജലിക്കാണെങ്കിൽ ചിരിക്കണോ കരയണോ എന്നറിയാതെ തായിലോട്ട് നോക്കിയിട്ട് എസ് എന്ന് പറയാണ്. ഇത് കേട്ട ജിമ്മിനാണെങ്കിൽ മനസ്സിൽ ഇടപെട്ടി എന്ന് പറഞ്ഞാൽ അവളെ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഹലോ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? കോളേജാണ്, നിങ്ങളെ വീടൊന്നല്ല ഇത്, എന്താണ് നടക്കുന്നത്? ആ നേരത്താണ് ജിമ്മിനത് കേൾക്കുന്നത്. അതോ അതെനിക്ക് ഇവിടെ ഇഷ്ടമായിരുന്നു, ഞാനത് പറഞ്ഞു, അത് ഇവർക്ക് ഇഷ്ടമാണ്. ഹലോ, എന്തെപ്പാണ് ഇങ്ങനെയൊക്കെ നടന്നത്? ഞാനൊന്നും കണ്ടില്ല, ഞാനിപ്പോൾ നിങ്ങളെ പാവനെയും ഗിരിനെയും പോലെ കണ്ടത്. ഇതെപ്പാണ് ഇങ്ങനെ? അതെനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു, പിന്നെ ഞാൻ കരുതി കുറേ കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി, പിന്നെ ഞാൻ പേടിച്ചിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ ഇഷ്ടമാണ്, ഇവൾക്ക് എന്നെ ഇഷ്ടമാണ്. ഓഹോ, ഇതിപ്പോൾ ഫുൾ സെറ്റാണല്ലോ എല്ലാം. ജിവിനെ പ്ലാനൊക്കെ ഫുൾ സെറ്റായില്ലേ? എന്ത് പ്ലാൻ? നിങ്ങളെന്താ ഇത് പ്ലാനിങ് ആയിട്ടാണോ ഇങ്ങനെ ചെയ്യാറ്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ പണി പാളോ. അതോടി അത് ഫുട്ബോളിൻ്റെ കാര്യം സംസാരിച്ചതാ. അയ്യോ ഇപ്പം എല്ലാം തീർന്നേനെ. എടാ ഫുട്ബോളിൻ്റെ എന്തായ കാര്യങ്ങൾ? സെറ്റായ? ആടാ ഫുൾ സെറ്റായി. ഫുട്ബോള് അത് അടുത്ത ആഴ്ച കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഓക്കെ ഓക്കേടാ, രക്ഷപ്പെട്ടു. ഫുട്ബോളിൻ്റെ മാച്ചിനെ കുറിച്ചാണ്. എന്നാൽ പിന്നെ ഫുൾ സെറ്റല്ലേ? എല്ലാം സെറ്റാണ്, ഫുട്ബോളും എല്ലാം സെറ്റാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും കോളേജ് വിട്ട് വീട്ടിലേക്ക് പോയിക്കൂടെ? ഞാനും വരുന്നു, പോവാം, വീട്ടിൽ പോവാം. ഓക്കെ ഇപ്പം എല്ലാവരും എത്തി, നമുക്കെന്തായാലും ഇനി വീട്ടിലേക്ക് പോവാം. അങ്ങനെ കുറേ കുസൃതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും വഴക്കുകളും എല്ലാം കൂടി കുറേ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഊണ് കഴിക്കുന്ന നേരം ക്ലാസ് മുകളിലിരിക്കുകയാണ് നമ്മുടെ നായികയുടെ ഫ്രണ്ടും. എടി ഭക്ഷണം കഴിക്കാൻ പോവാം. പിന്നെ അഞ്ജലി എവിടെ? എടീ ഞങ്ങളിന്നിപ്പോൾ ആർക്കും വേണ്ട, ഞാനും നീ ഇപ്പോൾ ഒറ്റക്കായ മാതിരിയാണ്. അഞ്ജലാണെങ്കിൽ എപ്പോൾ ആ ജീവിൻ്റെ വയ്യാണ്. അത് ശരി, ഞാൻ മറന്നുപോയി, അതാ. അതല്ല അവിടെ നിൽക്കട്ടെ, നിനക്ക് ഈ കോളേജിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എന്താ എൻ്റെ മോൾ ചോദിച്ചത്? മനസ്സിലായില്ല. അല്ല, എല്ലാവർക്കും ഓരോ ക്രഷൊക്കെ ഉണ്ടാവല്ലോ, അല്ല നിനക്കാരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. അങ്ങനെ. എനിക്കാരുമില്ല. സത്യം പറഞ്ഞോടി, ഞാൻ ആരോടും പറയില്ല, ഇപ്പം എന്നോട് പറയണം. എനിക്കാരോടൊന്നുമില്ല. അതേസമയം ക്യാൻറ്റീനിൽ ജിമിനും അഞ്ജലിയെക്കുറിച്ച് പറയണില്ല, അവർ രണ്ടാളും അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാണ്. വിയും ജെക്കെയും സംസാരിച്ചേക്കാണ്. എടാ വാടാ ഭക്ഷണം കഴിക്കാം. പിന്നെ ദിവ്യയും പ്രിയ എന്തേ? ഇവിടെ അഞ്ജലി മാത്രമല്ലേ കാണുന്നുള്ളൂ? അത് അവർ ക്ലാസ് മുറിയിലുണ്ട്, അവരെ വിളിക്കാൻ പറഞ്ഞു. അയ്യോ ഞാൻ വിളിച്ചില്ല, എടാ ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് അവനോട് കാണും. ഇവൻ്റെ ഒരു കാര്യം. ജെക്ക് അങ്ങനെ ഓടി വന്ന് ക്ലാസ്സിന് പുറത്ത് നിൽക്കുവാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിനക്ക് ജെക്കെ ഇഷ്ടമല്ലേ? സത്യം പറ. ഒന്ന് പോടി അവിടെ നിന്ന്. എനിക്കിഷ്ടമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ മതി, എനിക്കിഷ്ടമാണോ അല്ലയോ? ഞാൻ സത്യം പറയാം, പക്ഷേ ഈ കാര്യം ആരും അറിയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ പറയില്ല. തോന്നിയെന്ന് നിൻ്റെ നോട്ടം കണ്ടപ്പോൾ. എന്താ പറയാത്തത്? അത് പറ. അതൊന്നുമില്ല, അതെല്ലാം വിട്. ജെക്ക് ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് ഓടി കയറിയിട്ട്, ദിവ്യ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ അഞ്ജലി വിളിച്ചിരുന്നു, ഞാൻ മറന്നുപോയി, അതാ പോവാം. ജെക്ക്
ഞങ്ങൾ വരാം. ആ നീ നടന്നു. ഓ രക്ഷപ്പെട്ടു അമ്മേ. എടി ഇപ്പം അവൻ കേട്ടേനെ. വാ ഭക്ഷണം കഴിക്കാൻ പോവാം. അങ്ങനെ എല്ലാവരും ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്. എടി ദിവ്യ, ഒന്ന് എൻ്റെ കൂടെ അവിടെ വന്നിരിക്കോ, നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഒരേ ഒരു നിമിഷം എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതാ. ഞാനോ? ആ നീ തന്നെ. ആ ഞാൻ വരാം എന്നും പറഞ്ഞ് രണ്ടുപേരും ലാസ്റ്റ് ബെഞ്ചിൽ അവർ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. വി ആണെങ്കിൽ പതുക്കെ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഇവൻ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകുന്ന തോന്നുന്നു. നീ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. എൻ്റെ അമ്മ ഇപ്പം തീർന്നേനെ. ആ JK പറ, എന്താണ് കാര്യം? എന്താണ് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം പറ. അത് ഞാൻ ഇന്ന് നിങ്ങളെ വിളിക്കാൻ വന്നില്ലേ, ആ സമയം നിങ്ങളെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായല്ലോ, അതൊക്കെ ഞാൻ കേട്ടു. അയ്യോ കേട്ടോ? പേടിക്കാനൊന്നുമില്ല, എനിക്കവളെ ഇഷ്ടമാണ്. എന്ത്? ശരിക്കും നിനക്കവളെ ഇഷ്ടമാണോ? സമാധാനം, ഭാഗ്യം. ഹേയ് സൗണ്ട് കുറക്ക്, അവർ കേൾക്കും. എനിക്കവളെ ഇഷ്ടമൊക്കെയാണ്, ബട്ട് എനിക്ക് വലിയ സർപ്രൈസായിട്ട് ജിമ്മിൻ ചെയ്തോന്നാണ് വലിയ ഭംഗിയായിട്ട് അവളെ ഇത് ചോദിക്കണമെന്നില്ല, ബട്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല, അതാണ്. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാം പ്ലീസ്. ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ ഞാൻ പറഞ്ഞുതരാമല്ലോ എന്നും പറഞ്ഞ് അവർ അവരുടെ ചർച്ച തുടരാണ്. അപ്പോൾ ഇത്രക്കാണ് കാര്യങ്ങൾ. JK നീ ഇതവൾ അറിയാൻ പാടില്ല കേട്ടോ, ഇതൊരു സർപ്രൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ഫുൾ സെറ്റാക്കാം. ഇന്നെന്തായാലും ശനിയാഴ്ച ആണല്ലോ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചുകൊണ്ടല്ലോ എല്ലാവരും വന്നത്. നാളെ ഫുൾ സെറ്റാക്കാം. ഓക്കെ സൂപ്പർ ഐഡിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എന്നെക്കൊണ്ട് മാത്രം നടക്കുമോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇത് എവിടെ വരെ എത്താനോ? ഞാനും നീ ചെയ്താൽ ഇതൊന്നും ആവില്ല. ഇത് വീനോട് പറയണ്ടേ? അപ്പോൾ ഈ കാര്യം വീക്ക് അറിയില്ലേ? ഇല്ല അറിയില്ല. ഓ അങ്ങനെ, അത് നമുക്കിന്ന് നൈറ്റ് വിളിച്ച് പറയാമല്ലോ, ഞാൻ വിളിച്ച് പറയാം. ഓക്കെ ഓക്കെ. എന്നാൽ പിന്നെ വാ, നമുക്ക് അവിടെ പോയിരിക്കാം, അവർക്കൊന്നും ഡൗട്ട് തോന്നണ്ട. അങ്ങനെ സ്കൂളൊക്കെ വിട്ട് നൈറ്റിൽ നമ്മുടെ നായിക വീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീൻ പറഞ്ഞു, ഓ അപ്പോൾ അങ്ങനെയാണോ എന്നും പറഞ്ഞ് അവനും എല്ലാവരും ഫുൾ സെറ്റായിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പ്രിയ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരിരുട്ട് റൂമിൽ. അവൾക്കാണെങ്കിൽ നല്ല പേടിയാകുന്നുണ്ട്. അവൾ നല്ല സൗണ്ടൊക്കെ വെക്കുന്നുണ്ട്. ഹലോ, ഇവിടെ ആരെങ്കിലുണ്ടോ? ഹലോ, എന്നെ രക്ഷിക്കോ? അങ്ങനെ പറഞ്ഞ് ഇണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നൊരു ലൈറ്റ് ഇട്ട് നമ്മുടെ JK ഒരു കൈശം വലിയ ഫ്ലവർ ഇതെടുത്ത് നമ്മുടെ പ്രിയയുടെ അടുത്ത് വരികയാണ്. JK നീയോ? എന്നൊന്ന് പേര് രക്ഷിക്കോ? ആ സമയം നമ്മുടെ പ്രിയയും അഞ്ജലിയും ജിമിനും വിയും എല്ലാവരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാണ്. നിർത്ത്. JK തുടങ്ങിക്കോ. പ്രിയ പറ JK. പ്രിയ വിൽ യു മാരി മീ? എന്താ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എടീ ബുദ്ധൂസേ, എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന്? ഏയ് ഞാൻ കല്യാണം കഴിക്കില്ല. നീ ഇന്നെന്താ പറഞ്ഞത്? ഇഷ്ടമാണെന്നല്ലേ? JKക്കാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ JK അതൊക്കെ സഹിച്ച് അവളെ നോക്കുവാണ്. അതിന് ഞാൻ ഇഷ്ടമല്ല ഒന്നും പറഞ്ഞല്ലോ, എനിക്ക് ഇവന് ഇഷ്ടമാണ്, ബട്ട് ഞാൻ അവനെ കല്യാണം കഴിക്കില്ല, അവൻ എന്നെയല്ലേ കല്യാണം കഴിക്കേണ്ടത്. ഓടി അവിടെ നിന്ന് കോമഡി അങ്ങനെ നേരം. JK ആണെങ്കിൽ നിറഞ്ഞ കണ്ണൊക്കെ തുടച്ച് സന്തോഷത്തിൽ പെട്ടെന്നാളേക്ക് ഹഗ് ചെയ്യാണ്. അവൾ തിരിച്ചു ഹഗ് ചെയ്യാണ്. അങ്ങനെ അവർ 6 പേരും സന്തോഷമായി ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് അന്നത്തെ ദിവസം അവിടെ കഴിയാണ്. അങ്ങനെ അടുത്ത ദിവസം മോർണിംഗ് കോളേജിൽ പോയി എല്ലാവരും ഗാർഡനിൽ ഇരിക്കുകയാണ്.
എടാ പിന്നില്ലേ, എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു, അഞ്ജലിയുടെ വീട്ടിലാരോട് സംസാരിച്ചു. ഇപ്പോൾ ഫുൾ സെറ്റാ. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അടുത്ത് തന്നെ നമുക്കൊരു കല്യാണം വെക്കാമെന്ന്. അടിച്ച് പൊളിക്കണ്ടേ? നിൻ്റെ ഒരാളിത് മാത്രമല്ലടാ, എൻ്റേത് കൂടിയിട്ട്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 സിംഗിൾസ് ബാക്കിയുണ്ടല്ലോ സെറ്റാവാൻ. ആ അത് ശരിയാണ്. ഒന്ന് പോയേ. നിങ്ങൾ സെറ്റാന്ന് വെച്ചിട്ട് ഞാൻ സെറ്റാവണോ? പിന്നെ എന്നെയൊക്കെ ആരാ സെറ്റാക്കാൻ വരുക? ഞങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ടേ. ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഓക്കെ ബായിടാ. നിങ്ങളൊന്നും എവിടെയും പോകുന്നില്ല കേട്ടോ. ഒരേ നിമിഷം ഇവിടെ ഇരിക്കാം. ദിവ്യ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇപ്പം പറയണം. ഒരു ഒന്നുമില്ല. പറ. എനിക്ക് ഇഷ്ടമാണ്. എന്താ എന്ന് പറഞ്ഞ് അവളെല്ലാവരും ഒന്ന് നോക്കുകയാണ്. എല്ലാവരും ഇവളെ ഒരു അത്ഭുതത്തിൽ നോക്കുകയാണ്. വീക്കാണെങ്കിൽ മനസ്സിൽ ലഡു പൊട്ടിയ സന്തോഷത്തിൽ അവളെ കയറി കിസ്സടിക്കുകയാണ്. അവരുടെ 6 പേരുടെയും കോളേജ് ഡേയ്സൊക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടുകാരൊക്കെ സമ്മതിച്ച് 3 പേരുടെയും വെഡ്ഡിങ് ഡേ.